ഈ ഡൽഹി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവരുടെ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന പോക്കറ്റുകളിൽ പെട്ടെന്ന് റൈറ്റ് ഉണ്ടായി. ഡൽഹി പോലീസ് വണ്ടികൾ കത്തിക്കുന്നു, പോലീസുകാരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, പോലീസുകാരെ വെടിവെച്ച് കൊല്ലുന്നു, അതായത് കള്ളത്തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് പോലീസ് അങ്ങ് കയറി മേഞ്ഞു. പിന്നെ അവിടെയുള്ള നാട്ടുകാരും സംഘ് പരിവാറും അവരും കയറി അങ്ങ് മേഞ്ഞൊക്കെ തൊലച്ച് കളഞ്ഞു. ഇപ്പം ഇതേപോലെ തന്നെയാണ് എനിക്ക് ഒന്ന് നാഗ്പൂരുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്കറിയാം, ഔറംഗസീബ് ഇന്ത്യൻ മുഗൾ റൂളറായിരുന്നു. ഇന്ത്യ ഭരിച്ച ഏറ്റവും വൃത്തികെട്ടൊരു റൂളർ. ആയിരക്കണക്കിന് അമ്പലങ്ങളാണ് നശിപ്പിച്ചത്. ഇന്ത്യയിലെ പൈതൃകമായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു. സിഖ് അവരുടെ ഒരു ഗുരു, നിങ്ങൾക്കറിയാതെ വലിയ ഇഷ്യൂ ആണ്, വലിയ സംഭവമായി മാറിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഇത്രയും വാർഷികത്തിന് പോയി പങ്കെടുക്കുന്നത്. അയാളെ പെർസിക്യൂട്ട് ചെയ്തു. സിഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് അദ്ദേഹം. അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ ഇന്ത്യ ഭരിച്ച് ഇന്ത്യയെ നാശമാക്കി, ഇന്ത്യയിൽ കമ്മ്യൂണൽ കലാപം ഉണ്ടാക്കി. ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക ഇന്ത്യ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ട ഒരാളായിരുന്നു ഔറംഗസീബ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡുണ്ട്, ഔറംഗസീബ് റോഡ്. അപ്പം APJ അബ്ദുൽ കലാം മരിച്ച ശേഷം ഈ ഔറംഗസീബ് റോഡിന്റെ പേരെടുത്ത് മാറ്റി APJ അബ്ദുൽ കലാം റോഡ് എന്നാക്കി.